ചക്രവർത്തി ഉയരം കുറഞ്ഞയാളായിരുന്നു. സൈന്യാധിപൻ ഉയരമുള്ളയാളും. ഒരു ദിവസം സൈന്യാധിപൻ ചക്രവർത്തിയോട് ചോദിച്ചു, ഉയരക്കുറവ് അങ്ങേ അലട്ടാറുണ്ടോ? ചക്രവർത്തി പറഞ്ഞു, ഉയരം കൂടിയാലും കുറഞ്ഞാലും താങ്കളുടെയും എൻ്റെയും കാല് നിലത്തല്ലേ ചവിട്ടാനാകൂ. എനിക്കെൻ്റെ സ്ഥലം, താങ്കൾക്ക് താങ്കളുടെ സ്ഥലം. എല്ലാവർക്കും അവരുടെ ഗുണങ്ങളുണ്ട്, ഇടങ്ങളുണ്ട്, സ്വത്തുമുണ്ട്. അതൊന്നും മറ്റാർക്കും അപഹരിക്കാനോ മാറ്റം വരുത്താനോ ആകില്ല. തങ്ങളുടേതായ അനന്യതയിലാണ് ഓരോരുത്തരും ജീവിക്കുന്നതും ജീവിക്കേണ്ടതും. മറ്റാരുടെയെങ്കിലും വ്യത്യസ്തമായ ഏതെങ്കിലും പ്രത്യേകതയെ ആഗ്രഹിക്കുകയോ അനുകരിക്കുകയോ ചെയ്താൽ തനതായ ജീവിതമുണ്ടാകില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ അവരർഹിക്കുന്ന ഇടങ്ങളിൽ എത്താതിരിക്കുന്നത്. 1, സ്വന്തം തനിമ കണ്ടെത്തിയില്ല. 2, മറ്റുള്ളവരിലെ ആകർഷക ഘടകങ്ങളുടെ പിന്നാലെ നടന്നു. സ്വയം അംഗീകരിക്കാത്ത ഒരാളും സ്വന്തമായി വളരില്ല. ഒന്നുകിൽ മറ്റാരെങ്കിലും വളമിടുന്നതും വെള്ളമൊഴിക്കുന്നതും നോക്കി കാത്തിരിക്കും, അല്ലെങ്കിൽ തളർച്ച ബാധിച്ചതിനുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തും. സ്വന്തമായി ഇടങ്ങൾ കണ്ടെത്താത്ത ഒരാൾക്ക് പ്രകടിപ്പിക്കാനൊന്നുമുണ്ടാകില്ല. പ്രകടന സാധ്യതയുള്ള വേദി ഉണ്ടാകില്ല. തൻ്റെ കഴിവിൻ്റെ മേഖല എന്തെന്ന് കണ്ടെത്തി തെളിച്ചെടുക്കുന്നവർക്ക് മാത്രമേ മികവാർന്ന പ്രകടനമുണ്ടാകൂ. പെരുമയും ആദരവും കിട്ടുന്ന സ്ഥലത്തേക്ക് സ്വയം പറിച്ചു നടുന്നവർക്കേ അനുദിനം അഭിവൃദ്ധി ഉണ്ടാകൂ. വ്യത്യസ്തതകളെ ആദരിക്കുകയും സമാനതകളെ അംഗീകരിക്കുകയും ചെയ്തേ മതിയാകൂ. എല്ലാവർക്കും ചില അടിസ്ഥാന പൊതു സ്വഭാവങ്ങളുണ്ട്. ധനാഢ്യനായാലും ദരിദ്രനായാലും രാജാവായാലും പ്രജയായാലും അത് അങ്ങനെ തന്നെയായിരിക്കും. അടിസ്ഥാനപരമായ സമാനതകളോടുകൂടിയുള്ള ബഹുമാനമാണ് ആരെയും വിനയാന്വിതരാക്കുന്നത്.